ആശുപത്രിയിൽ അപർണയെ കാണാൻ വരുന്ന ഭദ്രയെ കണ്ടതും അവൾ ഒച്ച വയ്ക്കുന്നു. ഭദ്രയെ പറഞ്ഞുവിടാൻ ട്രീസ ഡോക്ടറോട് പറയുന്നു. ഭദ്രയെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. അപർണയോട് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയില്ലെന്നും അതിന് ട്രീസ സമ്മതിച്ചില്ലെന്നും മഹേന്ദ്രനോട് ഭദ്ര. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുന്ന അവസ്ഥ ഭീകരമാണെന്ന് ഭദ്രയോട് മഹേന്ദ്രൻ. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ഗീതിക. അപർണയെ ആശുപത്രിയിൽ ഭദ്ര കാണാൻ പോയത് അത്ര നല്ല നടപടിയായില്ലെന്ന് ഭദ്രയോട് ഗീതിക. സേവ്യറും ട്രീസയും ചേർന്നാണ് അപർണയെ അപകടത്തിൽപ്പെടുത്താൻ നോക്കിയതെന്ന് ഒടുവിൽ ഭദ്രയ്ക്ക് ഗീതികയോട് പറയേണ്ടി വരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് ഭദ്ര പറയുമ്പോൾ ഒരു വഴിയുണ്ടെന്നും ജൂഡ് തനിക്ക് ചെയ്ത ഫോൺ കോൾ താൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും അത് ശ്രീറാമിനെ കാണിക്കാമെന്നും ഭദ്രയോട് ഗീതിക. അത് വേണ്ടെന്നും അതിനേക്കാൾ നല്ലത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതാണെന്നും ഗീതികയോട് ഭദ്ര. കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി വിശകലനം ചെയ്യുന്ന SP-യും ശ്രീറാമും. മീനാക്ഷി പഠിക്കുന്ന കോളേജിൽ അവളെ കാണാൻ പോകുന്ന ശ്രീറാം ചന്ദ്രശേഖർ. തുടർന്ന് കാണുക. അത് വെറും ഒരു ആക്സിഡന്റ് അല്ല, ഒരു മർഡർ അറ്റംപ്റ്റ് ആയിരുന്നു. മർഡർ അറ്റംപ്റ്റോ? സാർ എന്താ ഈ പറയുന്നേ? ആർക്കാ അപ്പുവിനെ ഇല്ലാതാക്കണ്ടേ? അഡ്വക്കേറ്റ് ട്രീസ സേവ്യർക്കും അവരുടെ സ്വന്തം അച്ഛൻ തോമസ് സേവ്യർക്കും. ട്രീസേച്ചിക്കോ? സാർ എന്താ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് ട്രീസയും സേവ്യറും കൂടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു മർഡർ അറ്റംപ്റ്റ് ആയിരുന്നു ആക്സിഡന്റ്. ഏതു നിമിഷവും അവൾ കൊല്ലപ്പെടാം. ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കത്തില്ല. ട്രീസേച്ചിക്ക് എന്തിനാ? ഇതെങ്ങനെ വിശ്വസിക്കും? സാർ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയരുത്. ചുമ്മാതല്ലെങ്കിൽ എന്തിനാ സാർ? എന്തിനാ ഒരു കാരണം വേണ്ടേ? അവരെന്തിനാ സാർ അപ്പുനെ? അതിന് കാരണം എന്താ? സാർ ഇങ്ങനെ ചുമ്മാ വെറുതെ അതും ഇതൊന്നും പറയരുത്. താൻ ഇമോഷണൽ ആവാതെ ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ താൻ ക്ഷമയോടെയും ശ്രദ്ധയോടെയും കേൾക്കാൻ ശ്രമിക്കും. എന്നിട്ട് ആലോചിക്കും. ഇത്തിരി കോമൺ സെൻസും ലോജിക്കും വെച്ച് ആലോചിക്കും. എന്നിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ. ഓക്കെ, എന്താ കാര്യം? കുറെ കാര്യങ്ങളുണ്ട്. 6.5 കോടിയിലേറെ വരുന്ന ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കേസാണ് എല്ലാത്തിന്റെയും തുടക്കം. അതിന്റെ പേരിലുള്ള തർക്കങ്ങളാ ജൂഡ് മരിച്ചത് മുതൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുടെ അടിസ്ഥാനം. എന്താ സർ? എന്താ ഈ 6.5 കോടി? പറയാം. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടാണെന്നൊക്കെ നമ്മളങ്ങ് പറയുന്നതല്ലേ, അല്ലാതെ ഇതിനകത്ത് എന്താ പ്രൂഫുള്ളേ? അങ്ങനെ വളരെ കൃത്യമായിട്ട് അളന്ന് കുറിച്ച് ഡിസൈൻ ചെയ്തൊരു പ്രൂഫ് കിട്ടിയാലേ നീ വിശ്വസിക്കത്തില്ലെങ്കിൽ കിട്ടും. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. കൊണ്ടുവരും സ്വന്തം ഫ്രണ്ടിന്റെ ബോഡി. ചിലപ്പോ അത് ഈ മെഡിക്കൽ കോളേജ് തന്നെ ആയിരിക്കും. നിനക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തണുത്തു വിറങ്ങലച്ച് നിന്റെ മുന്നിൽ തന്നെ കൊണ്ട് കടത്തും. കണ്ണിൽ ആ കാഴ്ച കണ്ടാലേ, കയ്യിലാ തണുപ്പ് കിട്ടിയാലേ നീ വിശ്വസിക്കത്തില്ലെങ്കിൽ വെയിറ്റ് ചെയ്തോ. എത്ര വേണമെങ്കിലും. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചിലരെ, അനുഭവിച്ചറിയുന്ന ചിലരുടെ യോഗം. സോറി സർ, സോറി. പക്ഷെ സാറിന് ഇത് അപ്പുവിനോടൊന്ന് തുറന്നു പറഞ്ഞൂടെ? പറഞ്ഞു. അവള് വിശ്വസിക്കണ്ടേ? സ്വന്തമെന്ന് കരുതിയ 24 വർഷം കൂടെ ജീവിച്ച പെറ്റമ്മയെ അവിശ്വസിച്ചു പോയ മനസ്സാവളേത്. അമ്മയിൽ നിന്നൊരു ചതി പറ്റിയപ്പോ ഈ ലോകം മുഴുവൻ എതിരായി നമുക്ക് തോന്നി. അന്ന് വലിയ തുണയും ശക്തിയും കൊടുത്ത് അവളെ സപ്പോർട്ട് ചെയ്തത് ട്രീസയാ. അങ്ങനെ അവൾ കരുതുന്നത്. അവളുടെ മനസ്സിൽ ട്രീസയ്ക്ക് അത്രയും വലിയ സ്ഥാനമാ. ആ സ്ഥാനത്ത് നിന്ന് ട്രീസയെ പരിസരം അത്ര നിസ്സാരമല്ല. അതുകൊണ്ടാ അപ്പോന് വെച്ച് അവൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റുന്നേ.
അപ്പുവിനെ അപ്പുവിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും തീർത്തിട്ട് അത് കൃത്യമായി ഭദ്രയുടെ തലയെ കൊണ്ട് ചാർത്താനുള്ള ബ്രില്യൻ പ്ലാൻ അവരുടേത്. ഇതെല്ലാം ഞാൻ ഭദ്രയോട് പറഞ്ഞതാ, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തം മകളുടെ ജീവൻ കൺമുന്നിൽ പൊലിഞ്ഞു പോകുമെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വരും അവർക്ക്. അപ്പുവിന്റെ മനസ്സിനും തൊടാൻ പോലും അവർക്ക് പറ്റില്ല. ട്രീസ അറിയാതെ അപ്പുവിന്റെ മനസ്സിലേക്കൊന്ന് കയറിക്കൂടാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ ഈ ലോകത്ത്. അത് മീനാക്ഷിയാ. സർ, പക്ഷെ എനിക്ക് അപ്പുവിന് മീനാക്ഷിയോടുള്ള സ്നേഹം അതേപടി അവളുടെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ട്. മീനാക്ഷിയുടെ ഒരു വിളിയിൽ അല്പസമയം ഒരിടത്തിരുന്ന് സംസാരിച്ചാൽ അപ്പുവിന്റെ പിണക്കം മാറും. സർ, എനിക്ക് ട്രീസേച്ചി കാണാതെ എനിക്ക് എങ്ങനെ അവളുടെ അടുത്ത് പോകാൻ പറ്റുന്നേ? ഇങ്ങനൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും സമയം സ്പേസും ഒക്കെ വേണം. ട്രീസയിലേക്ക് എത്താൻ മീനാക്ഷി നിഖിൽ വഴി ശ്രമിച്ചാൽ മതി. അപ്പുവിന്റെ പേരിലായിരുന്നല്ലോ നിഖിലും മീനാക്ഷിയും തമ്മിലുള്ള പിണക്കം. അത് ശരിക്കും ട്രീസയും അപ്പും നിഖിലിനെ ഉപയോഗിച്ച് നടത്തിയൊരു പ്ലേ ആയിരുന്നു, മീനാക്ഷി ഇറിറ്റേറ്റ് ചെയ്യാൻ. ഓർമ്മയില്ലേ അന്ന് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് അപ്പുവിന്റെ കോള് വന്നപ്പോ പാതി വഴിയിൽ നിഖിൽ മീനാക്ഷി ഉപേക്ഷിച്ചു പോയത്? ഓർമ്മയില്ലേ? ഓർക്കുന്നു. ആ, ട്രീസയിലേക്ക് തിരിച്ച് നമുക്കെത്താനുള്ള വഴിയും നിഖിൽ തന്നെയാണ്. അപ്പുവിനോടുള്ള പിണക്കം മീനാക്ഷി മാറ്റുന്നതോടെ നിഖിലും മീനാക്ഷിയും തമ്മിലുള്ള പ്രശ്നങ്ങളും മാറും. നിങ്ങളുടെ കല്യാണം വരെ നമുക്കുടനെ നടത്താം. അപ്പു അതിന് ഇനിഷ്യേറ്റീവ് എടുത്തോളൂ. അത് നടക്കില്ല സർ. എൻ്റെ അമ്മയ്ക്ക് വരെ ഇതിൽ താല്പര്യമില്ല. അതുകൊണ്ടാ എല്ലാ മോഹം ഉപേക്ഷിച്ച് അമ്മ കലാമണ്ഡലത്തിലേക്ക് തിരിച്ചു പോയത്. ആര് സമ്മതിച്ചാലും നിഖിലിന്റെ ഫാദർ സമ്മതിക്കത്തില്ല. സമ്മതിക്കും, നിഖിലിന്റെ ഫാദർ സമ്മതിക്കും. മുകുന്ദൻ മേനോൻ ഇപ്പോൾ ട്രീസയുടെ അടിമയാ. ട്രീസ എന്തു പറഞ്ഞാലും അയാൾ കേൾക്കും. ട്രീസയുമായി മീനാക്ഷി അടുത്താൽ അത് നിസ്സാരമായി സാധിക്കാം. മുകുന്ദൻ മേനോന്റെ കണ്ണ് ആ 6.5 കോടിയില. അതും മാത്രമാ ഇപ്പൊ അയാളുടെ ലക്ഷ്യവും. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് സാറ് പറയുന്നേ? കാര്യം സിമ്പിളാണ്. മീനാക്ഷി നിഖിലിനെ വിളിക്കുക, അപ്പുവിനോടുള്ള പിണക്കം മറന്ന് അപ്പുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുക. അതിന് അപ്പു സമ്മതിക്കത്തില്ല. നിഖിലിന്റെ ഫാദർ സമ്മതിക്കില്ല. എല്ലാവരും സമ്മതിക്കും. ഇവരുടെയൊക്കെ മനസ്സിലേക്ക് കയറാൻ ഒരാൾ വിചാരിച്ചാൽ മതി. ഒരേ ഒരാൾ, ട്രീസ സേവിയർ. മുകുന്ദനായാലും അപ്പു ആയാലും ഇപ്പൊ ട്രീസ പറഞ്ഞാൽ കേൾക്കും. ഒരാൾക്ക് അവരിൽ അമിതമായ വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അമിതമായ പണക്കൊതിയ. അതുകൊണ്ടുള്ള അടിമത്വ. അപ്പോ ഞാൻ നിഖിലിനെ വിളിക്കണം, വിളിച്ച് കാര്യങ്ങൾ പറയണം. അപ്പം നിഖിലിനോടെല്ലാം പറയട്ടെ സർ? എല്ലാം നിഖിലിനോട് പറയരുത്. നിഖിലും മറ്റുള്ളവരും അറിയേണ്ട സ്റ്റോറി വേറെയാ. ഭദ്രയെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന ട്രീസയുടെ ആ ട്രാപ്പിൽ നമ്മൾ വീണു എന്ന് നിഖിലിനും ട്രീസയ്ക്കൊക്കെ തോന്നണം. എല്ലാവരും അങ്ങനെ അറിയാവൂ. ഭദ്രയാണ് അപ്പുവിന്റെ ജീവന് ഭീഷണി. ഭദ്രയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഭദ്രയിൽ നിന്നും അപ്പുവിനെ രക്ഷിക്കാനാണ് നമ്മൾ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ നിഖിലിനോട് പറയാവൂ. പക്ഷേ ട്രീസ എന്ന ശത്രുവിനെ മിത്രമാക്കി ഉപയോഗിക്കുകയാണ് നമ്മളിവിടെ. അങ്ങനെ ശത്രുവിന് തോന്നണം അവർ നമ്മളെയാണ് ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അവരെ ഉപയോഗിക്കണം, അവരറിയാതെ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്ലാൻ നടക്കണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ ട്രീസയെ സംബന്ധിക്കുന്ന ഒരു കാര്യങ്ങളും ആരും അറിയരുത്. അത്രയും ശ്രദ്ധിക്കണം. മനസ്സിലായോ? അപ്പുവും മീനാക്ഷിയും അടുത്തിടപഴകുന്ന നിങ്ങളുടെ വീട്ടിലെ ആ ദിവസങ്ങളിൽ, നിങ്ങൾ പഴയ സുഹൃത്തുക്കളാകുന്ന ആ മൊമെന്റിൽ മീനാക്ഷിക്ക് അപ്പുവിനോട് പറയാൻ പറ്റണം, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റണം യഥാർത്ഥ ട്രീസ ആരാന്ന്.
പക്ഷേ നീ പറഞ്ഞ അവൾ കേൾക്കോ? എനിക്ക് അപ്പുവിനോട് പിണക്കം കാണും. ദേഷ്യം വന്നപ്പം ഞാൻ അവളോട് വല്ലതൊക്കെ പറഞ്ഞെന്നും ഇരിക്കും. പക്ഷേ അവളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ വരുമ്പം പിന്നെ എനിക്ക് എന്തോന്ന് പിണക്കം, എന്ത് ദേഷ്യം. ഞാനെല്ലാം മറന്നു വരാം. എന്നിട്ട് ഞാൻ സംസാരിക്കാം അവളോട്. നിഖിൽ ട്രീസേച്ചിയോട് പറയണം, അപ്പുവിന് വേണ്ടി നമ്മളത് ചെയ്യണം. അപ്പുവിൻ്റെ ജീവിതം ഇങ്ങനെ ഒരു റിസ്കിലാക്കി ആ വീട്ടിലിങ്ങനെ നിർത്തുന്നത് ശരിയല്ല. ട്രീസേച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. പക്ഷെ അമ്മായിയാണ് ഇതിനു പിന്നിലെന്ന് നീ കരുതുന്നുണ്ടോ മീനു? ഇതുവരെ കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സംശയമല്ല, പേടി. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു ആക്സിഡന്റ്, ഇടിച്ച ബൈക്ക് അറിയില്ല, ഓടിച്ച ആളെ അറിയില്ല. ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പം അപ്പുവിനും വെല്ലുമിക്കുവാണെങ്കിൽ ഇപ്പൊ നേർക്കുനേർ കണ്ടുകൂടാലോ. ജൂഡിനെ കൊല്ലിക്കാൻ അന്ന് വെല്ലുമിക്ക് കഴിയുമെന്ന് എനിക്ക് സംശയമായിരുന്നു. അത് സത്യവാൻ തെളിഞ്ഞല്ലോ. അപ്പൊ ഇതും വിശ്വസിച്ചേ മതിയാകൂ. പിന്നെ നിഖിലിൻ്റെ അച്ഛൻ ഇന്നലെ എന്നോട് കുറേ നേരം സംസാരിച്ചു. കുറേ ഇമോഷണലായിട്ടൊക്കെയാ. അമ്മ പിണങ്ങിപ്പോയതോടെ അച്ഛൻ വളരെ ഡെസ്പായിപ്പോ. നിഖിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? അച്ഛൻ എന്താ പറഞ്ഞേ? വല്യമ്മ ഒരു തെറ്റും ചെയ്യില്ല, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അച്ഛൻ്റെയും വിചാരം. പക്ഷേ ഇപ്പൊ അച്ഛനും മനസ്സിലായി തുടങ്ങി. ട്രീസേച്ചി പറയുന്നൊക്കെ കാര്യമാണ്. വല്യമ്മ ഇതിനൊക്കെ പിന്നെ വല്യമ്മയും അപ്പുവിൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളോട് ചേർന്ന ജൂഡിനെ കൊന്നതെന്നല്ലേ ശ്രീറാം സാറിൻ്റെ അന്വേഷണത്തിൽ പറയുന്നത്. അപ്പുവിനെയും ചിലപ്പം ഇനി വല്യമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും. അത് കേട്ടപ്പോഴാണ് ഞാൻ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാ? നിഖിൽ ട്രീസേച്ചി ഒന്ന് വിളിക്കാം. വിളിച്ചിട്ട്? നിഖിലും ട്രീസേച്ചിയും നല്ല ഫ്രണ്ട്സ് ആണല്ലോ. ട്രീസേച്ചി വിചാരിച്ചാൽ ഇത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. എന്ത് പ്രശ്നം? അല്ല, നമ്മുടെ കല്യാണത്തിന് നിഖിലിൻ്റെ അച്ഛൻ സമ്മതിക്കണമെങ്കിൽ ട്രീസേച്ചി വിചാരിച്ചാൽ മതി. ട്രീസേച്ചി വിചാരിച്ചാൽ നിഖിലിൻ്റെ അച്ഛന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അവർ തമ്മിൽ അത്ര നല്ല അടുപ്പാണല്ലോ. പക്ഷേ ട്രീസേച്ചി അതിന് സമ്മതിക്കോ? ഞാനും നിഖിലൂടെ ചേർന്ന് ട്രീസേച്ചി ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ചേ പറ്റൂ. അത് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, നമ്മുടെ അപ്പുവിന് വേണ്ടി. നിഖിലൊരു കാര്യം ചെയ്യേ, ട്രീസേച്ചി ഒന്ന് വിളിക്കാൻ. ആ വിളിക്കാം. ഞാൻ വീട്ടിൽ പോയിട്ട് വിളിക്കാം. പറ്റത്തില്ല, ഇപ്പൊ തന്നെ വിളിക്ക പ്ലീസ്. ഒന്ന് വിളിക്കും നിഖിൽ. ഹലോ. ആ ഹലോ, ശ്രീറാം സർ. എന്തായി മീനാക്ഷി? ഞാൻ നിഖിലിനോട് സംസാരിച്ചു. നിഖിൽ എന്ത് പറയുന്നു? ഇപ്പം ട്രീസേച്ചി വിളിച്ചോണ്ടിരിക്കുക. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ അല്ലേ? ആ, എല്ലാം സാർ പറഞ്ഞ പോലെ തന്നെ. എന്തെങ്കിലും സംശയം? ഇല്ല, സംശയമൊന്നുമില്ല. മീനാക്ഷി വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ശരി. ഓക്കെ സാർ. ശരി. അപ്പൊ നിക്ക്, പതുക്കെ. ആ സാധനം എടുത്തു വെക്കേ. ആ നിഖിൽ, ട്രീസേച്ചി എവിടെയുണ്ട്? ഞാനിവിടെ അപ്പുവിൻ്റെ കൂടെ. ഡിസ്ചാർജ് ചെയ്തോ? ആ, ചെയ്തു വരുന്ന വഴിയാ. എന്താ നിഖിലേ? എനിക്ക് ട്രീസേച്ചിയോടൊന്ന് നേരിട്ട് സംസാരിക്കണം. എന്താ കാര്യം? നീ ഇങ്ങോട്ട് വാ. വേണ്ട ചേച്ചി, നമുക്ക് അപ്പുവിൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കാം. വേണ്ട, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. അത് അറിയാലോ, അച്ഛനും അമ്മായിയും തമ്മിൽ ആകെ പ്രശ്നങ്ങളാ. അതുകൊണ്ട് ശരിയാവില്ല.
ട്രേസേച്ചി ഞാൻ വിളിക്കാം. നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം. ശരി. അപ്പൂന് എങ്ങനെയുണ്ട്? അവളിപ്പോ ഓക്കെയാ, ഞാൻ വിളിക്കാം. ആ ശരി. ആരാ ട്രേസേച്ചി? നിഖില, എന്നെ ഒന്ന് കാണണമെന്ന്. ഒരു ആംബുലൻസിൽ എന്നെ വെട്ടിക്കീറി തുന്നിക്കെട്ടി കൊണ്ടുവരണോന്നായിരുന്നില്ലേ? അതായിരുന്നില്ലേ നിങ്ങളുടെ മോഹം? എനിക്ക് നിങ്ങളെ പേടിയാ. പിന്നെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ പേടിച്ചോടി എവിടെ വരെ പോകാനാന്ന്. പേടിച്ചോടേണ്ടത് നിങ്ങളല്ലേ, കുറ്റം ചെയ്തത് നിങ്ങളല്ലേ. നിങ്ങളാ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത്. വാ പോ. ഇങ്ങനെ രണ്ടു കാലിൽ നടന്ന് ഞാൻ ഈ വീട്ടിൽ കയറി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ? നിങ്ങൾ തീർക്കാൻ ശ്രമിച്ച 2 ജീവനും, എന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെയും ജീവന് ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതെ, വലിയൊരു അത്ഭുതമാ. ഒരു ആംബുലൻസിൽ എന്നെ വെട്ടിക്കീറി തുന്നിക്കെട്ടി കൊണ്ടുവരണോന്നായിരുന്നില്ലേ? അതായിരുന്നില്ലേ നിങ്ങളുടെ മോഹം? ഇതിപ്പോ ഇവരുടെ 2ാമത്തെ ശ്രമമാ, അല്ല 3ാമത്തെ. ആദ്യം വയറ്റി വെച്ച് തന്നെ ഇല്ലാതാക്കാൻ നോക്കി, പിന്നെ ഗ്യാസ് തുറന്നു വിട്ടു, ഇപ്പൊ വണ്ടി തട്ടിച്ച്. സ്വന്തം മോളല്ലേ, ഒരല്പം ദയവ് കാണിച്ചൂടെ? എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. സംസാരിക്കാൻ കാണില്ല. സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവളോട് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞല്ലോ. നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഇവളോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്റെ തലയെ കൊണ്ടൊന്ന് ചാരുവാണല്ലേ. അപ്പൂന്റെ തീരുമാനമായിരുന്നു ഈ വീട്ടിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വരണമെന്ന്. സത്യം പറയാലോ, എനിക്ക് നിങ്ങളെ പേടിയാ. പിന്നെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ പേടിച്ചോടി എവിടെ വരെ പോകാനാന്ന്. പേടിച്ചോടേണ്ടത് നിങ്ങളല്ലേ, കുറ്റം ചെയ്തത് നിങ്ങളല്ലേ. നിങ്ങളാ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടത്. ദയവ് ചെയ്ത് നിങ്ങളും നിങ്ങളുടെ മോളും കൂടെ അപ്പൂനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഈ ഫ്ലോറിലോട്ട് ഇറങ്ങി വന്നേക്കരുത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ വാതിൽ ഉപയോഗിക്കാം, അതും തൽക്കാലത്തേക്ക്. ഇതൊക്കെ നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളെ റൂളും ക്ലോസും ഒക്കെ അങ്ങ് കോടതിയിൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില്. ഇത് ഞങ്ങളുടെ വീടാ, ഞങ്ങൾ തീരുമാനിക്കും എന്ത് വേണം എങ്ങനെ വേണമെന്നൊക്കെ. മോള് വേണ്ട. എനിക്ക് വേണ്ടിയാ. ഞാൻ പറയേണ്ട കാര്യങ്ങളാ ട്രീസേച്ചി സംസാരിക്കുന്നത്. ട്രീസേച്ചി പറഞ്ഞാ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാ. ഇനി ഒരു തരി മണ്ണ് ഇവളുടെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല. മേരി വരുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവും. നിങ്ങളോ നിങ്ങളുടെ പഴയ കാമുകന്മാരോ കൊട്ടേഷൻ പയ്യന്മാരോ ആര് വിചാരിച്ചാലും ഇനി ഇവളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കൂ ഇവളെ. അമ്മ, എന്താ അമ്മ ഇത്? ഇത് ചേച്ചി മനപ്പൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാ. അതിനാ വീണ്ടും ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവര് പലതും ഉദ്ദേശിച്ച അമ്മ. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന എന്റെ മനസ്സ് പറയുക. ഇതൊക്കെ നമ്മുടെ തലയെ കൊണ്ട് വെക്കാനുള്ള പ്ലാനാ. എനിക്കറിയാം മോളെ. പക്ഷെ എല്ലാം അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് ശരിയല്ല അമ്മ. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും ഒരു സിറ്റുവേഷനാ. പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ റിയാക്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല അമ്മ. മോളിങ്ങി വാ. അപ്പു, സൂക്ഷിക്കണേ. നമ്മൾ ഇത്രയും കോൺഷ്യസ് ആയതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു അറ്റംപ്റ്റ് ഉണ്ടാവും തോന്നില്ല. മേരി വൈകുന്നേരം വരും, അതുവരെ ഞാനിവിടെ ഉണ്ടാവും. ദേ ഈ 2 മരുന്നും വൈകുന്നേരം കഴിക്കാനുള്ളതാണേ. നിഖിലേട്ടൻ എന്തിനാ ട്രീസേച്ചി കാണണമെന്ന് പറഞ്ഞ്? എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിരിക്കും. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോ നിഖിലേട്ടൻ വന്നു, അമ്മാവനും വന്നു. പക്ഷെ അവള് വന്നില്ല, മീനാക്ഷി. പണ്ട് എനിക്കൊരു ചെറിയ കോൾഡ് വന്നാലും വീട്ടിൽ വന്ന് അവളെന്നെ കെയർ ചെയ്യുമായിരുന്നു. എന്നിട്ടിപ്പോ ഒന്ന് വരാൻ പോലും അവൾക്ക് തോന്നിയില്ലല്ലോ. നിനക്ക് മീനാക്ഷിയോടുള്ള പിണക്കത്തിന്റെ വിഷമമൊന്നും ഇതുവരെ മാറിയില്ലല്ലേ? മാറിയില്ല ട്രീസേച്ചി. അവൾ അത്രയ്ക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. മീനാക്ഷിയുടെ പിണക്കം ഇത്രയും വഷളാവാൻ കാരണം നമ്മൾ തന്നെയല്ലേ? നമ്മളല്ലേ അവളെ ഇത്ര ഇറിറ്റേറ്റഡ് ആക്കിയത്. നീ ഒന്ന് ഫോൺ ചെയ്യ്, അപ്പം മാറും അവളുടെ വിഷമമൊക്കെ. ഇല്ല ട്രീസേച്ചി, അവളുടെ പിണക്കം അങ്ങനൊന്നും മാറില്ല, അതെനിക്കറിയാം. എന്തായാലും ഞാനൊന്ന് ചൂടുവെള്ളം എടുക്കട്ടെ.
നിങ്ങൾക്കറിയില്ല അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ. കല്യാണം കഴിയാതെ എവിടെയോ പോയുണ്ടായ ഒരു കുഞ്ഞ്, അതിന്റെ അമ്മയാണ് അവളെന്ന് എല്ലാവരും പറയും. അവക്ക് അവകാശപ്പെടാൻ ഒരു വീടോ സ്വത്തോ ഒന്നുമില്ലാത്തൊരവസ്ഥയായി മാറും. അതൊഴിവാക്കാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. നിഖിലുമായിട്ടുള്ള മാരേജ് ഇങ്ങനെ നീണ്ടുപോകുന്നതൊക്കെ എന്നെ വല്ലാതെ അങ്ങ് ബാധിച്ചിട്ടുണ്ട് ട്രീസേച്ചി. ആ ഇൻസെക്യൂരിറ്റി കൊണ്ടൊക്കെയാ അപ്പുവിനോട് എനിക്ക് അങ്ങനെ പെരുമാറേണ്ടി വന്ന്. ട്രീസേച്ചി വിചാരിച്ച ഇപ്പം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. എൻ്റെ മാരേജും നടക്കും, അപ്പുവിൻ്റെ സേഫ്റ്റിക്കും അതാ നല്ലത്. പക്ഷേ അപ്പൂനെ ആ വീട്ടിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നത് മണ്ടത്തരവാ. അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് അവളുടെ അവകാശം സ്ഥാപിക്കാനാണ്. അപ്പോൾ അവൾ ആ വീട് വിട്ടുപോയാൽ അതെന്നേക്കുമായുള്ളൊരു വിട്ടുപോകലായി മാറും. നിങ്ങൾക്കറിയില്ല അതിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ. കല്യാണം കഴിയാതെ എവിടെയോ പോയുണ്ടായ ഒരു കുഞ്ഞ്, അതിൻ്റെ അമ്മയാണ് അവളെന്ന് എല്ലാവരും പറയും. അവക്ക് അവകാശപ്പെടാൻ ഒരു വീടോ സ്വത്തോ ഒന്നുമില്ലാത്തൊരവസ്ഥയായി മാറും. അതൊഴിവാക്കാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എനിക്കും മീനാക്ഷിക്കും നിഖിലിനും ഒക്കെ അവരവരുടേതായ ഒരു ലൈഫുണ്ട്. പക്ഷേ അവളൊരു അച്ഛനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഈ ലോകത്ത് കഷ്ടപ്പെടും. ട്രീസേച്ചി, അപ്പുവിന് ഞങ്ങളെല്ലാവരും ഉണ്ട്. അവളങ്ങനെ കഷ്ടപ്പെടാനോ ഒറ്റപ്പെടാനോ ഒന്നും പോകുന്നില്ല. അപ്പുവിൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിലുള്ള ഈ കാര്യങ്ങളും ക്ലെയിമും ഒക്കെ എന്തു പറഞ്ഞാലും അവളുടെ ജീവനോളം വരില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനൊരു വാശി കാണിച്ച് നിൽക്കണ്ട ട്രീസേച്ചി. അവളുടെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് നമുക്കൊന്നും വേണ്ട. മാത്രമല്ല അവൾ അത്രയും സ്ട്രെസ് ഫ്രീ ആയിരിക്കേണ്ട സമയമായത്. പിന്നെ എന്തിനാ നമ്മളായിട്ട് വെറുതെ. ട്രീസേച്ചിയോട് ഞാനിത് പറയുമ്പം എൻ്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും അവൾ കടന്നുപോയ ട്രോമ എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അവളെ ഇറിറ്റേറ്റ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നേ. വേണ്ട മീനു, ഇപ്പം ഈ കാണിക്കുന്ന സെന്റിമെന്റ്സിലും കെയറിലും ഒന്നും അപ്പോൾ വിശ്വസിക്കാൻ പോകുന്നില്ല.